വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് രഞ്ജിത ജി നായരുടെ വിയോഗം. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങാനായിരുന്നു ആലോചനകളെല്ലാം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂടിയായിരുന്നു ഇന്നലെ രഞ്ജിത ആ വിമാനയാത്രയ്ക്ക് ഒരുങ്ങിയത്. അപ്രതീക്ഷിത വിമാനാപകടത്തിൽ രഞ്ജിത വിടവാങ്ങുമ്പോൾ അത് രണ്ട് മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന് തീരാ നോവാണ്. ആഗ്രഹങ്ങൾ പാതിവഴിയിലാക്കിയാണ് രഞ്ജിത ലോകത്തോട് വിട പറയുന്നത്. വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്കാണ് രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരം എത്തുക. അഞ്ചു വർഷം മുമ്പ് മസ്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു. അതിനിടെ UK-യിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി. മൂത്ത മകൻ ഇന്ദുചൂടനെ പുല്ലാട് ശ്രീവിവേകാനന്ദ ഹൈസ്കൂളിലും ഇളയമകൾ ഇതികയെ ഇരവിപേരൂർ OEM സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി വീണ്ടും വിദേശത്തേക്ക് മടങ്ങി. ഈ 3 ദിവസം വന്ന് വീടിൻ്റെ പാലുകാച്ചലിനെ കുറിച്ചും അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തെക്കുറിച്ചും ഒക്കെ വലിയ സ്വപ്നത്തോടുകൂടി അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് ഓണത്തിന് ഗൃഹപ്രവേശത്തിന് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയോടെ ആ സ്വപ്നം പൂവണിഞ്ഞ് കാണുവാൻ സാധിച്ചില്ല എന്നുള്ളത് രഞ്ജിതയുടെ ജീവിതത്തിലൊരു തീരാ നഷ്ടമാണ്. അപകട വാർത്ത അറിഞ്ഞെങ്കിലും 10ാം ക്ലാസ്സുകാരൻ ഇന്ദുചൂടനും 7ാം ക്ലാസ്സുകാരി ഇതികയും അമ്മയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴും. അപ്രതീക്ഷിത അപകടത്തിൽ രഞ്ജിത ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന വീടും ആ കുഞ്ഞുമക്കളും നൊമ്പരമായി ഇങ്ങനെ തുടരുകയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.